ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ 3D ഫ്ലവർ ക്രോഷ്യോയാണ് കേട്ടോ. ഗ്രാനി സ്ക്വയർ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അക്രിലിക് ആണ്, ടാപ്പസ്ട്രി നീഡിൽ 3.25 ആണ് കേട്ടോ എടുത്തേക്കുന്നത്. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു മാജിക് റിങ് ഇടുക എന്നുള്ളതാണ്. അപ്പോൾ ഫ്ലവറിൻ്റെ സെൻറ്ററിന് വേണ്ടിയാണ് ഞാൻ മഞ്ഞ കളറാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് മാജിക് റിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. എന്നാലും ഇതുപോലെ തന്നെ കോർത്ത് വലിച്ച് 2 ചെയിൻ ഇട്ട് കൊടുക്കുക. കാരണം നമ്മൾ ഇതിലേക്ക് ചെയ്യാൻ പോകുന്നത് സിംഗിൾ ക്രോഷ്യ ആയതുകൊണ്ടാണ് ഞാൻ 2 ചെയിൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ പോവാണ്. ആദ്യത്തെ സിംഗിൾ ക്രോഷ്യ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ അക്രിലിക് ആണ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ എപ്പോഴും തയ്ക്കുമ്പം ആദ്യത്തെ സിംഗിൾ ക്രോഷ്യ ഉണ്ടല്ലോ, അത് മാർക്ക് ചെയ്യാൻ മറന്നു പോകരുത്. കാരണം നമ്മൾ പലപ്പോഴും തയ്ച്ച് മുന്നോട്ട് വന്നു കഴിയുമ്പോൾ ഏത് സ്റ്റിച്ചിലാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് പ്രത്യേകിച്ചും ബിഗിനേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും നമ്മളിതിലേക്ക് 8 സിംഗിൾ ക്രോഷ്യാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 3 ചെയ്തു, 4 ചെയ്തു. അപ്പോൾ എണ്ണം തെറ്റിപ്പോയാലും ടെൻഷനില്ല. കാരണം ആ മുകളിൽ നമ്മുടെ ചെയിൻ്റെ ഭാഗങ്ങളുണ്ട് ഓരോന്നായിട്ട്, അത് എണ്ണി നോക്കിയാലും മതിയാവും കേട്ടോ. കൃത്യമായിട്ട് നമ്മൾ ഈ കൊടുക്കുന്ന എസ്സിയുടെ നമ്പർ തെറ്റിപ്പോകാതിരിക്കാൻ ശ്രമിക്കുക. തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ടുള്ള റൗണ്ടുകൾ മൊത്തം തെറ്റിപ്പോകും. കാരണം ഇത് മൊത്തം ഒരു കൃത്യമായൊരു കണക്കിലാണ് പോകുന്നത്. അപ്പം ഞാനിവിടെ എണ്ണി നോക്കുന്നുണ്ട്, എനിക്കൊരു 8 സിംഗിൾ ക്രോഷ്യ ആയിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ മാജിക് റിങ്ങിൻ്റെ ലൂപ്പ് ചെറുതാക്കുവാണ്. എനിക്കത് ഫുൾ ക്ലോസ് ആക്കണം. കാരണം ഫ്ലവറിൻ്റെ സെൻറ്റർ ആണല്ലോ, നമുക്ക് അത്ര ഓപ്പൺ ആയി കിടന്നാൽ അത്ര രസമായിട്ട് വരില്ല. അതുകൊണ്ടാണ് മാജിക് റിങ് തന്നെ നമ്മൾ ഇട്ട് ചെയ്യണം കേട്ടോ. എന്നാലാണ് ആ ഫ്ലവറിന് ഒരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ. ഇനി ഞാനിട്ട മാർക്കർ പയ്യെ മാറ്റിയിട്ട് നമ്മൾ അതിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ തന്നെ നമ്മൾ ആ ചെയിനിലേക്ക് നൂല് ഇട്ടിങ്ങനെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒറ്റ സ്റ്റിച്ച് ആക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. സ്ലിപ്പ് ചെയ്ത് ഇറക്കുക, അതുകൊണ്ടാണ് അതിന് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഞാൻ ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ക്രോഷ്യൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടാണ് റൗണ്ട് ക്ലോസ് ചെയ്യാറ്. പക്ഷെ പാവ് പോലെയുള്ള അമിഗുരുമി പോലെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ വേറെ രീതിയിലാണ് കേട്ടോ ചെയ്യാറ്. ഇനി നമ്മുടെ റൗണ്ട് 1 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു ചെയിൻ ഇട്ട് എൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചിലർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ചെയിൻ ഇടാതെ തന്നെ അതിലൂടെ ഈ ടാപ്പസ്ട്രി നീഡിൽ കോർത്ത് വലിച്ചൊക്കെയാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ഒരു ടെക്നിക്കായിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം അതുപോലെ ചെയ്യുക. ഇതിന് ശേഷം ഞാൻ ഈ മഞ്ഞ നൂല് കട്ട് ചെയ്തെടുക്കുകയാണ്. കാരണം എൻ്റെ റൗണ്ട് പൂർത്തിയായി, അതായത് എൻ്റെ ഫ്ലവറിൻ്റെ സെൻറ്റർ പൂർത്തിയായി. ഞാനൊന്ന് ടൈറ്റ് ആക്കുകയാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ മാജിക് റിങ് നമ്മുടെ അതിന് ചെറിയ ഹോളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ആക്കണമെങ്കിൽ ആ നൂല് കൊണ്ട് ഒന്നുകൂടെ ടൈറ്റ് ആക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലവറിൻ്റെ സെൻറ്റർ റെഡിയായി, കംപ്ലീറ്റ് ആയി. ഇനി ഞാൻ ഫ്ലവർ തയ്ക്കാൻ പോവുകയാണ്. ഇത് നമ്മൾ പറഞ്ഞ പോലെ ഒരു 3D ആണ് കേട്ടോ. ഈ സ്റ്റിച്ചിൻ്റെ ട്യൂട്ടോറിയൽ നമ്മൾ ആക്ച്വലി നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇതൊരു പോപ്കോൺ സ്റ്റിച്ച് പോലത്തെ ഒരു സ്റ്റിച്ചാണ് കേട്ടോ. അത് ഇതിൽ വന്നു കഴിയുമ്പോൾ നല്ല രസമായിട്ട് വരും കണ്ടോ. ഒരു 3D ഫ്ലവർ പോലെ നമുക്കത് കിട്ടും. ഇനി ഞാൻ ഈ ഏതെങ്കിലും ചെയിനിലേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം കേട്ടോ. നീഡിൽ ഏതെങ്കിലും ചെയിനിലേക്ക് ഇതുപോലെ തന്നെ 2ാമത്തെ നൂല് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എപ്പം നമ്മൾ പുതിയ നൂല് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നതോ അപ്പം തന്നെ നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഉറപ്പിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ നമ്മുടെ നൂല് ഊരി പോകാനുള്ള സാധ്യതകളുണ്ട്. പലരും ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഡയറക്റ്റ് ചെയിൻ ഇടും. ഇപ്പോൾ 2 ചെയിനാണ് മുന്നോട്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യും. അങ്ങനെ ചെയ്യരുത്. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. ഇവിടെ ഞാൻ 3 ചെയിൻ മുന്നോട്ടിട്ടിട്ടുണ്ട്. സ്ലിപ്പ് സ്റ്റിച്ച് നമ്മൾ കൗണ്ട് ചെയ്യരുത്, അല്ലാതെ 3 ചെയിൻ ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ 4 ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. ഡബിൾ ക്രോഷ്യയുടെ ഫുൾ വീഡിയോ നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്നാലും യാൺ ഓവർ ചെയ്തിട്ട് വേണം നമ്മൾ പുള്ള് ചെയ്യാൻ കേട്ടോ. പുള്ള് ചെയ്യുമ്പോൾ ആദ്യത്തെ 2 ലൂപ്പ് വെച്ചാണ് നമ്മളത് പുള്ള് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ 4 DC ആണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ഈ നമ്പർ, ഈ ഇടുന്ന DCയുടെ നമ്പറും തെറ്റിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കൃത്യമായിട്ട് നമ്മൾ നോക്കിയിരിക്കണം കേട്ടോ. ആ നമ്പറൊക്കെ ഒരെണ്ണം പോലും നമ്മുടെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ചെയിനിൽ, നമ്മുടെ ആ ഫ്ലവറിൻ്റെ പെറ്റലിൽ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ അതിൽ നിന്ന് നീഡിൽ പയ്യെ ഊരി നമ്മുടെ ഫസ്റ്റ് ചെയ്ത DCയുടെ ഭാഗത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ചെയിനിൽ കൂടെ വലിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾക്ക് ഈ പെറ്റലിൻ്റെ തുമ്പറ്റം ഉണ്ടല്ലോ, ഒരു ചെറിയ മുല്ലപ്പൂ പോലെ ഇങ്ങനെ കൂമ്പിച്ചിങ്ങനെ കിട്ടണം. അതിനുവേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ ആ ഫ്ലവർ ഇങ്ങനെ പോപ്പപ്പ് ചെയ്യില്ലേ, പോപ്കോൺ പോലെ മുന്നോട്ട് നിൽക്കത്തുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മൾ
അങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ 2 ചെയിൻ ഇട്ട് കൊടുക്കണം. എന്താന്ന് വെച്ചാൽ നമ്മൾ വലിച്ചല്ലോ ആ സ്റ്റിച്ച്. ഇനി ആ സ്റ്റിച്ചിനെ നമ്മൾ അവിടെ ഉറപ്പിക്കണം, ഒരു കാരണവശാലും അഴിഞ്ഞു പോകരുത്. ഇനി ഞാൻ നേരെ യാൺ ഓവർ ചെയ്ത് പോകുന്നത് എൻ്റെ നെക്സ്റ്റ് ചെയിനിലേക്കായിരിക്കും കേട്ടോ. ഇവിടെ ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് 5 DC ആണ് കേട്ടോ. 5 DC യാൺ ഓവർ ചെയ്യുന്നു, സെയിം ഹോളിൽ തന്നെ 5 DC യാൺ ഓവർ ചെയ്യുന്നു, 2 ചെയിൻ വെച്ച് നമ്മൾ പുള്ള് ചെയ്തെടുക്കുന്നു. അങ്ങനെ നമ്മളിവിടെ 3 DC കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ 4th DC നടക്കുന്നു. ഇനി നമ്മൾ ഒരു DCയും കൂടെ ചെയ്തു കൊടുത്താൽ ആ പെറ്റലിലേക്കുള്ള 5 DC നമ്മൾ റെഡിയായി. കണ്ടോ, ഇങ്ങനെ പരന്ന് കിട്ടും. ഇനി നമ്മൾ ഈ പെറ്റലിനെ ഒന്ന് കൂർമ്മിച്ചെടുക്കണമല്ലോ. അതിനായിട്ട് നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ഇതിലേക്ക് പോകുന്നു. ഫസ്റ്റ് DCയുടെ ടോപ്പ് പോർഷനിലേക്ക് നമ്മൾ പോകുന്നു. ആ ചെയിനിലൂടെ നമ്മുടെ നീഡിൽ ഈ ക്രോഷ്യൊക്കെ ഫ്രീ ആയിട്ടൊന്ന് കയറ്റി വിട്ട് മറ്റേ ലൂപ്പിലൂടെ വലിച്ച് എടുക്കുക. അപ്പം നന്നായിട്ട് വലിച്ചു കേട്ടോ, എന്നാൽ മാത്രമേ അതിൻ്റെ തുമ്പറ്റം നല്ല ഭംഗിയായിട്ട് വരുള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ തുമ്പറ്റം നല്ല മുല്ലപ്പൂ പോലെ വരും. ഇനി നമുക്ക് 2 ചെയിനിട്ട് അതിനെ ഒന്ന് ഉറപ്പിക്കാം കേട്ടോ. ഈ സെയിം സ്റ്റെപ്പാണ് കേട്ടോ ഇനി എല്ലാ ചെയിനിലേക്കും നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ തയ്ച്ച 8 SE ഉണ്ടെന്ന് ഓർമ്മ വേണേ. 8 സിംഗിൾ ക്രോഷ്യയിലേക്കും നമ്മൾ എന്ത് ചെയ്യും, ഓരോ ചെയിനിലും 5 ഡബിൾ ക്രോഷ്യ വെച്ച് നമ്മൾ തയ്ച്ചു പോകും. ഈ 5 ഡബിൾ ക്രോഷ്യ തയ്ച്ചതിന് ശേഷം നമ്മൾ പോപ്കോൺ സ്റ്റിച്ച് ആക്കും. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ 5ാമത്തെ DCന്ന് ഫസ്റ്റ് DCയുടെ ചെയിനിലേക്ക് വലിച്ച് ഒരു മുല്ലപ്പൂ പോലെ നമ്മൾ ആക്കിയെടുക്കും. അതിനുശേഷം നമ്മുടെ ചെയിൻ സെക്യൂർ ആക്കാനായിട്ട് 2 ചെയിൻ ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് ഈ സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ 8 സിംഗിൾ ക്രോഷ്യയ്ക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ പൂക്കളൊക്കെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ, അടിപൊളിയായിട്ട് നമുക്ക് വരും. കുറേ കമൻസിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഏത് യാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്ന കമൻസ് വരുന്ന ഏത് യാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. ഞാനിവിടെ ഒരു സ്പെഷ്യൽ യാണ് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ പരമാവധി ഉപയോഗിക്കുന്ന 100% അക്രിലിക് യാണാണ്. നമ്മൾ കോട്ടൻ്റെ യാണൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബിഗിനേഴ്സാണ് പ്രത്യേകിച്ച് കേട്ടോ, നൂലൊക്കെ സ്പ്ലിറ്റായി പോകാനുള്ള സാധ്യതകളുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ബിഗിനേഴ്സ് ആണെങ്കിൽ. പക്ഷേ അത് ക്രോഷ്യ അറിയാവുന്നവരാണ്, നല്ലതാണ്, നമുക്ക് നല്ല ഇതായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാനിവിടെ എൻ്റെ 8 പെറ്റൽസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ അതേ സ്റ്റെപ്പ് പ്രകാരം ഞാൻ എൻ്റെ 8ാമത്തെ പോപ്കോൺ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ എന്താ ചെയ്ത് 2 ചെയിൻ ഇട്ടിട്ടുണ്ട് സെക്യൂർ ചെയ്യാൻ. ഓക്കെ, ഇനി നമുക്ക് ഈ റൗണ്ട് പൂർത്തിയാക്കണമല്ലോ. അപ്പം നമ്മൾ അതിൻ്റെ ആ ഫസ്റ്റ് നമ്മുടെ പോപ്കോൺ സ്റ്റിച്ചിൻ്റെ 2nd ചെയിൻ ഉണ്ട്, അതിലേക്കാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അത് പിന്നെ ഇപ്പം ഇവിടെ ഞാൻ ഇത്തിരി ഡാർക്ക് കളർ എടുത്തേക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാനൊക്കെ ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ എന്നാലും 2nd ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ആ റൗണ്ട് നമ്മുടെ 2nd റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഇതോടുകൂടി 2nd റൗണ്ട് പൂർത്തിയായി. എന്നിട്ട് എപ്പം നമ്മൾ നൂല് കണ്ടിച്ചാലും ആ നൂലൊന്ന് വലിച്ചു വിടണേ, അല്ല പിന്നെ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മുടെ സ്റ്റിച്ച് ലൂസായി പോകാനുള്ള സാധ്യതകൾ ഭയങ്കര കൂടുതലാണ്. അപ്പം ഇങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ 3D ഫ്ലവർ റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ ഫ്ലവർ കൊണ്ട് മാത്രം പോരല്ലോ, നമുക്കതിനൊരു സ്ക്വയർ ആക്കി എടുക്കണം. ഇപ്പോൾ ഒരു ബാഗ് തയ്ക്കാനാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും ഒരു സ്ക്വയർ ആവശ്യമാണ്. അപ്പോൾ ആ സ്ക്വയറിലേക്ക് ഞാനിവിടെ എടുക്കുന്നത് ഒരു പച്ച കളർ, മിൻറ്റ് പച്ച എന്നൊക്കെ തോന്നുന്നു, അതുപോലത്തെ ഒരു കളറാണ്. ആദ്യം ഞാനത് എൻ്റെ നൂല് അവിടെ ഉറപ്പിക്കുന്നത് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടാണ് ഞാൻ ഉറപ്പിക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഞാൻ 3 ചെയിൻ ഇടുന്നുണ്ട്. ചെയിൻ 1 2 3 ഉണ്ടോ, അങ്ങനെ 3 ചെയിൻ ഞാൻ അവിടെ ഇട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു സ്ക്വയർ ആക്കാൻ പോകുമ്പം പൊതുവേ നമ്മൾ ഗ്രാനി സ്ക്വയർ തയ്ക്കുമ്പോൾ DC ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്, ഡബിൾ ക്രോഷ്യ. അപ്പം ഞാനിവിടെ DC തയ്ച്ചു കൊടുക്കാൻ പോവുകയാണ്. എവിടെയാണ് തയ്ച്ചതെന്നൊന്ന് ശ്രദ്ധിക്കണേ. നമ്മൾ 2 പോപ്കോൺ ഫ്ലവർ തയ്ച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഇടയ്ക്ക് ഒരു ലൂപ്പ് പോലെ വന്നിട്ടില്ല. ലൂപ്പ് എന്താ, 2 ചെയിൻ. ആ ചെയിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ ഞാൻ 2 DC ഇവിടെ തയ്ച്ചു കൊടുക്കുന്നുണ്ട്, ആദ്യത്തെ ചെയിൻ ഉൾപ്പെടെ. കണ്ടോ, ഇനി ഞാൻ അടുത്ത ലൂപ്പിലേക്ക് പോകുമ്പോൾ കണ്ടോ, ആ ലൂപ്പിലേക്ക് ഞാൻ പോകുമ്പോൾ ഈ 2 പോപ്കോൺ ഫ്ലവറിൻ്റെ പെറ്റൽസിൻ്റെ ഇടയിലൂടെ വേണം പോകാൻ. ഇവിടെ ഞാൻ 3 DC ആണ് കേട്ടോ തയ്ച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബിഗിനേഴ്സ് ആണെങ്കിൽ നൂലിൻ്റെ ടെൻഷൻ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഒരു DCയും കറക്റ്റായിട്ട് വരില്ല കേട്ടോ.
ആ നൂല് വലിക്കുമ്പോൾ നമ്മൾ രണ്ട് ലൂപ്പ് വെച്ചെടുത്ത് വേണം വലിക്കാൻ കേട്ടോ. അങ്ങനെ ഞാൻ വലിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതിലേക്ക് ഇടയ്ക്ക് ഒരു ചെയിനും ഇല്ല കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഒരു ചെയിനും ഇട്ടിട്ടില്ല. പിന്നെ ഞാൻ തയ്ക്കാൻ പോകുന്നത് 3 DC ആണ്. കാരണം നമ്മൾ ചെയിൻ ഇടുന്നത് എവിടെ നമുക്കൊരു കോർണർ, ഒരു മൂല അല്ലെങ്കിൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് എവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണോ അവിടെ മാത്രമേ ഞാൻ ചെയിൻ ഇടുന്നുള്ളൂ. ഇവിടെ ഞാനൊരു കോർണർ ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് ഞാൻ അവിടെ 2 ചെയിൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി എപ്പോഴും നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യാന്ന് ഇതുകൊണ്ട് ഈ കോർണറിലേക്ക് ഞാൻ ആ സെയിം പെറ്റലിന്റെ ഇടയ്ക്കേക്കാണ് കേട്ടോ തയ്ക്കുന്നത്. അതാണ് എൻ്റെ കോർണർ. അതുകൊണ്ടാണ് സെയിം സ്പേസിൽ ഞാൻ മൊത്തം 6 DC തയ്ച്ചിട്ടുണ്ട്. എങ്ങനെയാ? 3 DC ആദ്യം ഞാൻ തയ്ച്ചു, അതിനുശേഷം 2 ചെയിൻ ഇട്ടു, അതിനുശേഷം ഞാൻ പിന്നെയും 3 DC തയ്ച്ചിട്ടുണ്ട്. അപ്പൊ എൻ്റെ ഗ്രാനി സ്ക്വയറിന്റെ ആദ്യത്തെ കോർണറാണിത്. അത് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഒരു കോർണർ കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ നമ്മൾ 3 DC ആണ് ചെയ്യാൻ പോകുന്നത്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഈ പോപ്കോൺ പെറ്റൽസിന്റെ ഇടയിലൂടെ ആയിരിക്കും കേട്ടോ. അപ്പൊ അതുപോലെ എനിക്ക് ചെറിയ തൊണ്ണയ്ക്ക് ഒരു പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സൗണ്ടൊക്കെ ഒന്ന് ഇടറി പോകുന്നത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പൊ നോക്കിയാൽ 3 DC ഞാനിവിടെ തയ്ച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ലൂപ്പിലേക്ക് പോയി അടുത്ത DC തയ്ക്കാൻ പോവാണ് കേട്ടോ. അവിടെ ഞാൻ അടുത്ത ഒരു കോർണർ ആക്കുവാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഞാൻ എടുത്തത് 8 സിംഗിൾ ക്രോഷ്യ ആണ്. അപ്പൊ 8 സിംഗിൾ ക്രോഷ്യ ആകുമ്പോൾ നമുക്ക് 4 കോർണർ കിട്ടണമല്ലോ. ആ കോർണർ നമ്മൾ തയ്ച്ചെടുക്കണം. ഈ കോർണർ ഞാൻ തയ്ക്കുന്ന സ്റ്റിച്ചാണ് നമ്മൾ ഇവിടെ എഴുതി കാണിച്ചേക്കുന്നത്. 3 DC തയ്ക്കുന്നു, 2 ചെയിൻ ഇടുക. ഇനി അതിനുശേഷം പിന്നെ 3 ഡബിൾ ക്രോഷ്യ. ഇങ്ങനെയാണ് നമ്മൾ കോർണർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ ഈ സ്റ്റിച്ചിന്റെ എണ്ണം കൃത്യമല്ലെങ്കിൽ നമ്മുടെ കോർണർ കൃത്യമായിട്ട് കിട്ടത്തില്ല. അപ്പൊ നമ്മുടെ സ്റ്റിച്ച് എന്തോ എങ്കോണിച്ചിരിക്കുന്ന പോലെ ഇരിക്കും. നമ്മൾ തയ്ച്ചു വന്നു കഴിയുമ്പോൾ മൂലയൊന്നും ഒക്കത്തില്ല. അത് ഭയങ്കര ഒരു പ്രശ്നമാണ് ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ എടുക്കുന്ന സ്റ്റിച്ചിന്റെ കൗണ്ട് ഒന്ന് ശ്രദ്ധിച്ചോണം, എന്നാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതേ നമ്മുടെ 2 കോർണർ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ നോക്കിയേ, അടുത്തതിലേക്ക് ഞാൻ പോകുന്നു. അവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് 3 DC ആയിരിക്കും. ഒരു കോർണർ കഴിഞ്ഞാൽ എന്താണേലും നെക്സ്റ്റ് കോർണർ വരത്തില്ലല്ലോ. അപ്പൊ അവിടെ നമ്മൾ 3 DC ആണ് ചെയ്യേണ്ടത്. ചെയിൻ ഒന്നും ഇടണ്ട, ഡയറക്റ്റ് അതിലേക്ക് പോവുക, തയ്ക്കുക. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടൊരു പാറ്റേൺ ആണ് കേട്ടോ. സെയിം പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത് ഇത് മൊത്തവും. അതായത് നമ്മളിപ്പോ 8 SC എടുത്തു, അതിനുശേഷം ഇതുപോലെ തന്നെ കണ്ടോ 8 പോപ്കോൺ സ്റ്റിച്ച് തയ്ച്ചു, അതിനുശേഷം വെറുതെ 3 DC തയ്ച്ചു പോകുന്നു. കോർണറിൽ മാത്രം 3 DC, 2 ചെയിൻ, 3 DC. സെയിം പാറ്റേൺ ആണ് നമ്മൾ ഇത് മൊത്തം ഫോളോ ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ബിഗിനേഴ്സിന് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ കുറച്ച് ഡിസൈൻസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല ബാഗുകൾ കാര്യങ്ങളൊക്കെ അവനോന് തന്നെ തയ്ച്ചിടാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത് അടുത്ത ലൂപ്പിലേക്ക് ഞാൻ തയ്ക്കുന്നത് നോക്കൂ. അവിടെ ഞാൻ എൻ്റെ 3ാമത്തെ കോർണറാണ് കേട്ടോ. അപ്പം ഞാൻ അവിടെ 3 DC, 2 ചെയിൻ, പിന്നെ ഞാൻ 3 DC ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിനിപ്പം ക്രോഷ്യയുടെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ അഴിച്ചു തയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. നിറ്റിങ് പോലെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒരു തവണ നമ്മൾ നിറ്റ് ചെയ്താൽ പിന്നെ അഴിക്കൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ക്രോഷ്യ പഠിക്കാന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടൊരു കാര്യമാണ്. ഒരു തവണ തെറ്റിപ്പോയാലും നമുക്ക് എത്ര തവണ വേണേലും അഴിച്ചു പണിയാന്നുള്ളതാണ്. അതുകൊണ്ട് അത് മാത്രമല്ല, നമ്മൾ ഈ പഠിക്കുന്ന ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു പാറ്റേണുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതേ നമ്മൾ ലാസ്റ്റ് ലൂപ്പിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ഞാൻ 3 DC ആണ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ 3 DC കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ഫൈനൽ കോർണർ. ഓക്കെ, നമ്മൾ ആദ്യം തുടങ്ങി വെച്ചു, നമ്മൾ ആ 4ാമത്തെ കോർണർ ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ലെന്ന് ഓർക്കണം. അപ്പം നമ്മൾ ആദ്യം തയ്ച്ച DCനെ ഒരു സൈഡിലേക്ക് കുറച്ചൊന്ന് ഒതുക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് വേണം നമ്മൾ 3 DC തയ്ച്ചെടുക്കാൻ. അപ്പോൾ അതിലേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ വലിച്ചു കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് നൂല് ഒതുക്കി മാറ്റി കൊടുത്തില്ലെങ്കിൽ ആദ്യം തയ്ച്ചതിൻ്റെ മുകളിലേക്ക് തന്നെ തയ്ക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റിച്ചിന് ഒരു ഫിനിഷിങ്ങും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഞാനിവിടെ 3 DC എടുത്തിട്ടുണ്ട്. ആദ്യം ഒരു ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ എന്നാലും നമ്മൾ ട്രൈ ചെയ്താൽ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇനി ഞാൻ 2 ചെയിൻ ഇട്ടിട്ടുണ്ട്. ഇനി ഞാനത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുവാണ് എൻ്റെ 2nd ചെയിനിലേക്ക് കേട്ടോ. അതിലേക്ക് എടുത്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇത്രയും ഈസി ആയിട്ടൊരു പാറ്റേൺ ആണ് നമ്മൾ ഇന്നിവിടെ പൂർത്തിയാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ഇടാം. എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പാറ്റേൺ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായും തോന്നുന്നു. കാരണം അത്ര വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള പാറ്റേൺ ഒന്നും അല്ല ഇന്നിവിടെ നമ്മൾ ചെയ്ത്. എടുത്ത സ്റ്റിച്ചുകൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുക എന്ന് മാത്രമാണ്. ആ സ്റ്റിച്ചിന്റെ നമ്പർ ഒരു സ്റ്റേജിൽ പോലും നഷ്ടപ്പെടുത്താതിരിക്കുക.
അപ്പോൾ അതുകൊണ്ട് ഇനി ഈ നമ്മൾ തയ്ച്ചു കഴിഞ്ഞ നൂല് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ നീഡിലുള്ള ഒരു ടാപ്പസ്ട്രി നീഡിൽ പോലെയൊക്കെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ നീഡിലെന്ന് ഞാൻ നോക്കിയിട്ട് ഏറ്റവും കൺവീനിയൻറ്റ് കേട്ടോ. കാരണം നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും, വലിയ ഹോളാണല്ലോ, എത്ര വലിയ നൂലാണെങ്കിലും നമുക്ക് പെട്ടെന്ന് കയറ്റി വിടാൻ പറ്റും. അത് വെച്ചാണ് ഞാനിത് കറക്റ്റ് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിലുപരി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒരു പുതിയ ബാഗൊക്കെ തയ്ച്ചിട്ട് ഒക്കെ പുറത്തൊക്കെ ഇറങ്ങി നടക്കുക, അടിപൊളിയായിട്ടിരിക്കും. ബിഗിനേഴ്സിനാണെങ്കിലും എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു പാറ്റേൺ ആണ് കേട്ടോ. അത് മാത്രമല്ല വളരെ ഈസിയാണ് താനും. ഇപ്പം നമ്മൾ ചില സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത്ര ഈസി ആയിട്ടൊന്നും ആണെങ്കിൽ പോലും ഭംഗി ഉണ്ടാവണമെന്നില്ലല്ലോ. ഇത്ര അടിപൊളിയായിട്ടൊരു പാറ്റേൺ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഓരോരുത്തരും ഈ പഠിക്കുന്നവരൊക്കെ ഓരോരോ ബാഗൊക്കെ ആയിട്ട് പുറത്തിറങ്ങിക്കോ. താങ്ക്സ് ഫോർ വാച്ചിങ്.